സുശീല ധനുജയുടെ കാര്യമൊക്കെ അറിയാം. ധനുജയുടെ അച്ഛൻ ആരാണെന്നാണ് ധനുജ ചോദിക്കുന്നത്. അവൾക്ക് അച്ഛനെ കാണണം എന്തൊക്കെയാണ് അവള് പറയുന്നത്. അവളുടെ സ്വന്തം അച്ഛൻ ആരാണെന്ന്. പിന്നെ അച്ഛനല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തിനാ എനിക്ക് ആരാ ചെലവിന് തരുന്നത്? ചെലവിന് മാസം തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാവരും ഒളിപ്പിച്ചു വെക്കുവാണെന്നാ പറയുന്നത്. അച്ഛനാന്നും പറഞ്ഞ് അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലോട്ട് ചെന്നപ്പോൾ അവളെ ഇറക്കി വിടാൻ നോക്കുന്നു. അവൾ പോകത്തില്ലെന്ന് പറയുന്നു. അവൾ അവിടെ തന്നെ താമസിക്കുക എന്ന് പറയുന്നു. ലാസ്റ്റ് അവൾ കത്തിയെടുക്കുന്നു അവിടെ വീട്ടിലുള്ളവരെ കൊല്ലാൻ. അവൾക്ക് അവിടെ അഭയം കൊടുത്തില്ലെങ്കിൽ അവരെല്ലാരെയും കൊല്ലുമെന്നാ പറയുന്നത്. ആരാടോ ഈ ധനുജ? അത് നമ്മുടെ പരിസരത്തുള്ളതാണോ? ധനുജ സുഗമോദേവിയിലെ കൊച്ച. അതിന്റെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് അയാളുടെ മോളല്ലെന്നും പറഞ്ഞു. ഓഹോ, സീരിയലിലെ ധനുജയാ. ഞാൻ വെച്ച അപ്പുറം ഇപ്പുറം കാണാൻ നമ്മുടെ വീട്ടുകാരുടെ വല്ല ധനുജ ആയിരിക്കും. നീ ഒരു കാര്യം ചെയ്യ്, ആ കുട്ടിയെ കൊണ്ട് ഇങ്ങോട്ട് വിളിച്ചോ. നമുക്കുള്ളത് കൊണ്ട് ഇവിടെ കഴിയാം. അപ്പൊ അച്ഛനും അമ്മയും എല്ലാം നമ്മളായില്ലേ. ഇനി എന്താ വേണം നിനക്ക്? നിന്റെ സീരിയലെല്ലാം കൂടെ ഞാനേ ഇപ്പൊ നിർത്തി തരാ. ഞാൻ ലോകം മൊത്തം ആൾക്കാർ കാണുന്നുണ്ട്. ഞാൻ കാണുന്നില്ല, പ്രശ്നം എല്ലാവർക്കും. ഇത് പോയി വച്ചെടുത്ത് കാണേയില്ല ഈ സാധനം. അമ്മേ, എന്റെ ഫോൺ കണ്ട അമ്മേ, ഇവിടെ ഒക്കെ നോക്കി കാണാനില്ല. നിന്റെ ഫോണോ? നീ ബോധമില്ലാതെ എവിടെങ്കിലും കൊണ്ട് വെച്ച് കാണും. അവിടെ പോയി നോക്കാം, അവിടെ കാണും. ഓഹോ, അങ്ങനെയാണോ? എന്നാ ഇപ്പൊ കണ്ടോ അമ്മ? ഹേയ് സിറി, ഹേയ് സിറി. Hi, I'm Siri. കണ്ട ഇവിടെ നിന്ന് വിളിച്ചതാണ്, അവിടെ വിളിയായിട്ട്. അതാണ് ഇപ്പോഴത്തെ സിസ്റ്റം. എനിക്ക് ബോധമില്ലെന്നല്ലേ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നിനക്ക് ഇപ്പോഴത്തെ സിസ്റ്റം അല്ലേ അറിയാവും. ഞങ്ങളുടെ സിസ്റ്റങ്ങളൊന്നും അറിഞ്ഞൂടല്ലോ, ഞങ്ങളുടെ പഴയ സിസ്റ്റങ്ങളൊക്കെ. എന്നാ നീ കണ്ടോ? ശശി, എന്റെ ഫോൺ എവിടെ? കണ്ടോടാ, ഇതാണ് ഞങ്ങളുടെ സിസ്റ്റം. അയ്യോ, എന്റെ സുഗമോ ദേവി, ധനുജ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ എന്തോ? റിമോട്ട് ഇങ്ങോട്ട് എടുത്തേ. എന്തുവാടേ ഇത്? ഇവളെപ്പ ഞാൻ ശരിയാക്കും. ഞാനിപ്പം അനുജയെ പറഞ്ഞു വിട്ടതല്ല നിനക്കറിയത്തുള്ളോ. ശശി ലീല പറഞ്ഞു വിടോ. എളുപ്പം പൊക്കോ, ചെല്, നമ്മുടെ കൂടെ തന്നെ പൊക്കോ. ധനുജയുടെ കൂടെ പൊക്കോ, പൊക്കോ പൊക്കോ, വിട്ടോ വണ്ടി.